ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാർട്ടക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മളൊരു കംപ്രസർ, ഇതിനൊത്തും പമ്പിങ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഓറിങ് കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് മാറി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതാണ് സാധനം കണ്ട. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയ കംപ്രസർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓറിങ്ങൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പരീക്ഷണം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ ഇവിടെയൊക്കെ ലീക്കാണ്, അടിക്കുമ്പോൾ ഇവിടെയൊക്കെ ലീക്ക് വരെയാണ് ഇത്. പ്രഷർ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇവിടെയൊക്കെ ലീക്ക് വന്നു. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇതിൽ എന്താണ് അവസ്ഥ, എങ്ങനെയാണ് ഇത് ശരിയാക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഒരു ഉറപ്പില്ല. അപ്പോൾ ഇതിൻ്റെ സീറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്ര സാധനങ്ങളാണ് ഉള്ളത്. ഐറ്റംസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 500 താഴെ ഐറ്റംസ് വന്നെന്ന് എനിക്ക് തോന്നണം. അവർ മേടിച്ചോണ്ട് പറഞ്ഞിട്ട് മേടിച്ചോണ്ടെന്നാണ് എറണാകുളത്ത് നിന്ന്. അപ്പോൾ ഇതിന് കണ്ട ഇതുപോലെ കുറച്ച് ഓറിങ്, ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ട ഇത്ര ഐറ്റംസാണ് ഇതിനകത്തുള്ളത്. നമുക്കപ്പോൾ ഇതെന്തായാലും അഴിച്ചു നോക്കണം. അഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ ഇത് ശരിയാവില്ല എന്നൊന്നും അറിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർ സ്ക്രാപ്പിൽ നിന്ന് മേടിക്കാതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അഴിക്കാനായിട്ട് അതിന് ഇവിടുത്തെ ഭാഗമാണ് ലീക്ക് ഫസ്റ്റ് വന്നത്. നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. അതിന് ഇതൊന്ന് പൊടിയൊക്കെ തുടച്ചോളാം അതിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഹെക്സ് അഴിക്കണം. ഹെക്സ് അഴിക്കാനായിട്ട് നമ്മൾ ഹെക്സാ സൈസിലുള്ള ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 6ൻ്റെ ഇതാണ്ടോ, ഹെക്സ് 6 ഇട്ടിട്ട് ഇതൊന്ന് അഴിക്കാം. ഇവിടെയാണ് ആദ്യത്തെ പ്രശ്നം കണ്ടത്. അപ്പോൾ ഇതൊന്ന് അഴിക്കാം. അതിന് തന്നെ നല്ല ടൈറ്റായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ടൈറ്റിലാണ് ഇരുന്നിരുന്നത്. നമ്മൾ അഴിച്ചിട്ട് അപ്പോൾ ഇത് ഊരി നോക്കാം. ഇത്തിരി ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോക്സ് ഇട്ടിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് സക്ഷൻ ഡിസ്ചാർജ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സക്ഷൻ പോയിൻ്റാണ് ഡിസ്ചാർജാണ്. ഇവിടെയാണ് പ്രഷർ വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു മാറ്റാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് 4 ഓറിങ് ഉണ്ട്. നല്ല ഓറിങ്ങേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് ലീക്ക് വന്നത്. അപ്പോൾ നമുക്ക് നോക്കാതെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അയച്ചു നോക്കാറുണ്ട്. പമ്പിങ് എന്ന് പറഞ്ഞ സാധനം ഇനി ഇപ്പം ഇല്ല നിലവിൽ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമുക്ക് അതുകൂടി ഒന്ന് നോക്കേണ്ടി വരും. ഇത് ധൈര്യമായിട്ട് ഊരി മാറ്റണ്ട, കാരണം വേറെ ഒന്നും നോക്കണം. മാർക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡിസ്ചാർജ് എന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ D-ന്ന് 2 പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജാണ്. ഇതിവിടെ S എന്ന് കൊടുത്തിട്ടുണ്ടാവും, സക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നമുക്കത് മാറിപ്പോകുന്ന പ്രശ്നം തന്നെയില്ല, മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഓറിങ്ങുകളാണ് മെയിനായിട്ട് ഇപ്പോൾ ലീക്ക് വരാനായിട്ടൊരു സാധ്യതയായിട്ട് കാണുന്നത്. പക്ഷേ ഇതിന് പമ്പിങ് എന്ന് പറഞ്ഞാൽ അത് ഇല്ല. അപ്പോൾ പമ്പിങ് ഇല്ലാത്ത കാരണം നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ കറക്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്താ സൗണ്ട് ഓയിൽ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഡിസ്ചാർജിൻ്റെ ഇവിടെ 2 ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് കറക്കിയാൽ ശരിക്കും പറഞ്ഞാൽ പ്രഷർ വന്നു. പക്ഷേ ഇത് വന്നില്ല, അതതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്കിനി ബാക്കി ഇതൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം. അതിന് നമുക്ക് 13ൻ്റെയാണ്. അപ്പോൾ ഈ 13ൻ്റെ പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് കംപ്രസറിലൊക്കെ വന്നത് ഒറ്റ സംഖ്യയൊക്കെയാണ്, ഒറ്റ സംഖ്യയൊക്കെ വരാറ്. അപ്പോൾ ഇതൊന്ന് അഴിക്കണം. ഇതുപോലെ തന്നെ ഇത്തിരി ബലത്തിലൊക്കെ തട്ടേണ്ടി വരും. എന്നിട്ടങ്ങോട്ട് ഊരി മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുള്ളറൊക്കെ വെച്ച് വലിക്കണം. വേണ്ട, ഇത് ഊരിപ്പോലും കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഈ ക്ലച്ച് എന്ന് പറയില്ല, നമ്മൾ ഇലക്ട്രോണിക് ക്ലച്ചാണ്. അതായത് മാഗ്നറ്റാണ്, കോയിലാണിത്. കോയിൽ പിടിച്ച് കഴിയുമ്പോൾ ഇത് കയറി പിടിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ വേണ്ട സർക്ലിപ്പ് ഉണ്ട്. ആ സർക്ലിപ്പ് നമ്മൾ ഊരി മാറ്റണം. അപ്പോൾ ഇത് വേണ്ട, ഇവിടെ ഒരു ഉള്ളിലൊരു വാഷുണ്ട് കേട്ടോ. ഇതൊക്കെ പോവാതെ തന്നെ മാറ്റി വയ്ക്കണം. മുകളിലെ സ്പ്രിങ് വാഷുണ്ട്. ഇനി നമുക്കിത് ഈ സർക്ലിപ്പ് കൂടി പിടിച്ചിട്ട് നമുക്കിത് ഊരിയെടുക്കാം. അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, സർക്ലിപ്പിന് ഊരിയെടുത്താൽ മതി. സർക്ലിപ്പിന് ഊരിയെടുക്കാം. ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. എന്തെങ്കിലും വെച്ചിട്ട് മുട്ടിയാൽ മതി കേട്ടോ. ഊരിക്കൂടും, ടൈറ്റൊന്നും ഉണ്ടാവില്ല. അല്ല, ഇതാണ് ഇതിൻ്റെ ക്ലച്ച് അസംബ്ലി എന്ന് പറയില്ല നമ്മൾ. ഇതാണ് ഇതിൻ്റെ കോയിൽ കേട്ടോ. അതായത് മാഗ്നറ്റിക് കോയിലാണിത്. പിന്നെ ഇതിവിടെ ഊരിയെടുക്കാം. കാണിച്ചുതരാം. മാഗ്നറ്റിക് കോയിൽ അനങ്ങാണ്ട് മാറ്റി വയ്ക്കുന്നുണ്ടോ. അവർ 900 രൂപയുടെ അടുത്ത് വിലയുള്ള സാധനമാണ്. പോയിട്ട് കഴിഞ്ഞാൽ പൈസ പോകും. നമ്മൾ ഇവിടെ ഒന്ന് ഊരിയാൽ മതി. ഇതിനകത്ത് ഊരിയ സ്ക്രൂ ഒക്കെ അവിടെ തന്നെ ഇട്ട് വെക്കുന്നുണ്ടെന്ന് നല്ലത്. മാഗ്നറ്റിക് കോയിലിൻ്റെ ഗ്രൗണ്ട് ലൈൻ ഇവിടെ തന്നെ ഉണ്ട്. മാഗ്നറ്റിക് കോയിൽ അങ്ങനെ തന്നെ അനക്കാതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതാണ് മാഗ്നറ്റിക് കോയിൽ. ഇതിനകത്ത് കറണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാവും. ഫീൽഡാകുമ്പോൾ ഇതിനകത്തേക്ക് കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ കയറിയിട്ട് ഇത് ഇരുമ്പാണല്ലോ, ഇരുമ്പിലേക്ക് കയറി പിടിച്ചിട്ട് കറങ്ങുകയാണ്. അതാണ് ഇതിൻ്റെ മെത്തേഡ് കേട്ടോ. ഇവിടെ ഒരു ബെയറിംഗ് ഉണ്ട്, വലിയൊരു ബെയറിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ബെയറിംഗ്. ചില സമയത്ത് ഈ ബെയറിംഗ് പോയാണ് കീ എന്നൊരു ശബ്ദം കേൾക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കിയുണ്ട്, നമുക്കിന് ഊരാം.
പിന്നെ ഇതിൻ്റെ അകത്തും ഇതുപോലെ ഒരു സർക്ലിപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഊരിയെടുത്ത് പുറത്തിട്ടുണ്ട് വേണ്ട. ഇതിൻ്റെ അകത്തൊരു സർക്ലിപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് അതിൽ ഒരു പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കഴിക്കണം. ഇതയച്ചു കഴിഞ്ഞാലാണ് ഇത് വിട്ടുപോരും. ഇനി ഇത് കഴിക്കാം. പിന്നെ നമുക്കപ്പോൾ ഇത് കഴിക്കണം. അപ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റാണ് കേട്ടോ, അഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എല്ലാം ഒന്ന് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്താൽ ഊരിപ്പോരും. ഊരിപ്പോൾ വന്നു കഴിയുമ്പോൾ കാണാം അതിൻ്റെ അകത്ത് ഉള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്. ഒരു 3 ചേമ്പറായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ അഴിക്കുമ്പോൾ കാണാം അതിൻ്റെ ഇത് ഊരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കംപ്രഷൻ കിട്ടില്ല. ഈ ബോൾട്ടുകളൊക്കെ ഒരു മാറ്റി വയ്ക്കാം. ഫുള്ള് ഇവിടെ വരെ ഉണ്ടാവട്ടെ. ഇതൊരു 3 പീസാണ്. അപ്പോൾ ഓരോ പീസായിട്ട് നമുക്ക് ഊരാം. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ഊരണം കേട്ടോ. പൊടിഞ്ഞൊക്കെ പോരുത്. ഇവിടെ ഇങ്ങനെ പതുക്കെ തിക്കി കഴിഞ്ഞാൽ ഊരിപ്പോരും കേട്ടോ. അതുതന്നെ സൈഡിലിട്ട് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ ഈ സാധനം ഊരിയെടുക്കാം. ഊരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ ഊരുന്നുണ്ടെങ്കിൽ തന്നെ സൂക്ഷിക്കണം. ഇതിനുള്ളിൽ എന്താ ഊരിപ്പോരെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഈ ഇതായെന്നെ ഈ കീയായെന്നെ ഇവിടെ നിന്ന് തട്ടിക്കളാണ്. അല്ലെങ്കിൽ ഊരിപ്പോരില്ല. കീയൊന്ന് പതുക്കെ നമുക്ക് മുട്ടിക്കഴിഞ്ഞാൽ ഊരിപ്പോരും. അത് ഇങ്ങനെ വെച്ചിട്ട് തട്ടിട്ട് കഴിഞ്ഞാൽ ഊരിപ്പോരും കേട്ടോ. കീയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. അതൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പുലി വരാമെന്നില്ല. ഈ പതുക്കെ നമുക്ക് ഇതിങ്ങനെ പൊക്കിയെടുക്കാം. അടുത്തുള്ള സ്കൂട്ടറിന് തന്നെ പതുക്കെ ഒന്ന് തിക്കി കഴിഞ്ഞാൽ ഊരിപ്പോരും. ഇത് കണ്ട ഇതിൻ്റെ അകത്ത് ഓയിലില്ലാണ്ടൊക്കെ അത്യാവശ്യം ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. കരിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇത് കണ്ട ഇതാണ് ഇതിൻ്റെ റീഡ്സ് വാൽവ് വരുന്നത്. ഇതിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ. ഇതുണ്ട് വാൽവാണ്. അപ്പോൾ ഈ സംഭവം നമുക്ക് പതുക്കെ ഇതൊക്കെ ഊരണം. ഇത് ഊരിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ഇവിടെ കണ്ട ഇവിടെ ഓറിങ് ഉണ്ട്. നമ്മൾ മേടിച്ച് ഓറിങ്ങുള്ളത് ഇവിടെ ഉണ്ട്. ഒരു ഓറിങ് കണ്ട ഇതൊരു ഓറിങ്ങാണ്. അങ്ങനെ 3 ഓറിങ് ഉണ്ട്. നമുക്കിത് ഓരോ പതുക്കെ ഓരോന്നായിട്ട് പൊക്കിയെടുക്കാം. നമുക്കിനി ഇതിങ്ങനെ ഊരിപ്പോരും കേട്ടോ. ഇതൊക്കെ ഊരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പീസാണ് ഊരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാലൊക്കെ ഊരിപ്പോരും. ഇത് ഇത്തിരി പാടാണ്. ഇത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുട്ടിയൊക്കെ നോക്കി ഊരിയെടുക്കണം. അല്ലെങ്കിൽ സംഗതി കുളമായി പോകും. ഇതുപോലെ ഇതിൻ്റെ അകത്താണ്ട ഈ ഇതിരിക്കുന്നത് പിസ്റ്റൺ ഇരിക്കണേ. അത് നമ്മൾ പതുക്കെ മുട്ടാവുള്ളൂ കേട്ടോ. അതെല്ലാം ഓടന്ന് കൊടുക്കുന്നത്. വെറുതെ ഇങ്ങനെ പതുക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഊരിപ്പോരും. ഉണ്ടാ ഊരിപ്പോകുന്നുണ്ട്. ഇതേ കണ്ട ഇതാണ് ഈ പിസ്റ്റൺ കേട്ടോ. കണ്ട ഇതിനൊന്ന് ഒരു 5 പിസ്റ്റൺ ഉണ്ടാവും. അപ്പോൾ ഈ പിസ്റ്റൺ ഇതിനകത്ത് കിടന്ന് വർക്ക് ചെയ്യണത് ഇങ്ങനെയാണ്. തിരിക്കുമ്പോൾ കാണാൻ പറ്റും. വേണ്ട ഈ ഒരു ഡയറക്ഷനിലാണ് വേണ്ട അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ സക്ഷനും ഇതൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് മൊത്തം കഴുകി നമ്മൾ തിരിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ ഇതുണ്ട് ഇവിടെയൊക്കെ ഉരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. പിസ്റ്റൻ്റെ ഈ ഇവിടെയൊക്കെ ക്രാക്ക് വീണിട്ടുണ്ട്. അതാണ് കംപ്രഷൻ കിട്ടാത്തത്. ഇതേ കണ്ട ഇവിടെയൊക്കെ ഉണ്ട ക്രാക്ക് വീണൊക്കെ ഉണ്ട്. ഓയിലില്ലാണ്ട് ഇത് ഓടിയിട്ടുണ്ട്. കണ്ട നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല. അതുണ്ട് അതേ ഓയിലില്ലാണ്ട് ഓടിയൊക്കെയാണിത്. സാധനം ശരിക്കും നല്ല സ്മൂത്തായിട്ടിരിക്കേണ്ട ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ ഓയിലില്ലാണ്ട് ഓടി ആകെ പോയിട്ടുണ്ട്. എന്താ ഈ സൈഡൊക്കെ കണ്ടറിയാം തേയ്മാനം വന്നിരിക്കണത്. ഇതാണ് ഇതിന് കംപ്രഷൻ കിട്ടാൻ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം ഇനി ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെറുതെ അടച്ചുകൂട്ടി ഇനി വയ്ക്കാമെന്നുള്ളൂ. കാരണം മാറ്റാനാണ് നല്ലത്. കാരണം ഇത്രയും ഇത് വീട്ടുണ്ടെങ്കിൽ കംപ്രഷൻ കിട്ടില്ല. ഇത് ശരിക്കും ഒരു സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് കിട്ടേണ്ട സാധനമാണ്. ഇത് ഇവിടെയൊക്കെ ഓടി എന്താ ഓയിൽ ഇവിടെ കണ്ടറിയാം. ഇത് കണ്ടത് ഇവിടെ നോക്കി ശരിക്ക് കാർന്ന് പോയേക്കാം. ഇത് ഒരഞ്ഞ പാട് ശരിക്കും കാണാൻ പറ്റും. ഇത് ഈ ഭാഗത്തായിട്ട് കണ്ട ഈ ഭാഗത്തായിട്ട് ഒരഞ്ഞ് ഓടിയിട്ടുണ്ട്. പോയി സംഗതി ഇത് ചെയ്തിട്ടല്ല. ഇവിടെ ബോളിലാണ് കിടക്കണേ. ഇത് ഇനി വെറുതെ ഊരി എടുത്തിട്ട് ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് വെറുതെ എല്ലാം കൂടി ഊരി പറഞ്ഞ് കാണിച്ചു തരാമെന്നുള്ളത്. വേണ്ട ഇവിടെ അതുപോലെ വാൽവ് ഉണ്ടാവും. കണ്ട റീഡ്സ് വാൽവ് ഉണ്ട്. അത് ഇതിന് ഊരിയെടുക്കാൻ മതി. ഇപ്പോൾ വെറുതെ ചെയ്യണണ്ട. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതിനകത്ത് ഇവിടെ അടച്ചു കൂട്ടിയിട്ട് വേറെ കംപ്രസർ വയ്ക്കാമെന്നുള്ളൂ. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും എടുത്തതാണ്. വേണ്ട നിങ്ങളിൽ ഇതാണുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് ഇത് മുട്ടിക്കഴിഞ്ഞത് ഊരിപ്പോരും. ഇതൊരു ബെയറിങ്ങിൻ്റെ അകത്ത് കിടക്കണുണ്ട്. അത് പതുക്കെ ത്രസ്റ്റ് ബെയറിങ് ഉണ്ട്. ഇതാണ് പിസ്റ്റൺ. വേണ്ട പിസ്റ്റൺ കിടക്കണ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്താണ് ഈ പിസ്റ്റൺ കിടക്കണേ. കണ്ട ബോളിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ തുടച്ച് കളഞ്ഞിട്ടൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ കറക്റ്റായിട്ടൊക്കെ വല്ല ഗ്രീസിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറ്റണം. ഇത് കണ്ട ഇതിൻ്റെ നോക്കിയാൽ കംപ്ലീറ്റ് ഇത് ഇവിടെയൊക്കെ പോയി. കണ്ട ഇവിടെ കുറഞ്ഞ് തവിട് പൊടിയായിട്ട് പോയേക്കാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു കംപ്രസറിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമുക്കിതെല്ലാം കൂടി തിരിച്ച് കയറ്റാം. ഇനിയിപ്പോൾ തിരിച്ച് കയറ്റണ ഇത് നമുക്കിതൊക്കെ തുടച്ചെടുക്കണം. അതിൽ തന്നെ തുടച്ചെടുത്തിട്ട് ഗ്രീസിൽ വെച്ച് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റണം. കയറ്റി ഇതിനകത്ത് എടുക്കണം. നമ്മളിപ്പോൾ ഈ ഊരിയ പോലെ തന്നെ ഇതിങ്ങനെ വച്ചണം. ഇതിപ്പോൾ ഇരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കിടക്കണോണ്ടാണ് ഇരിക്കാത്തത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. ഇത് കറക്റ്റ് ഇങ്ങനെ സീറോയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കയറും. കാണിച്ചിട്ട്
അപ്പോൾ അവിടെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഗ്രീസ് വെച്ചിട്ടാണ്, ഗ്രീസ് ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതാണ്. ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് കഴിഞ്ഞാൽ കയറിപ്പോവും. കണ്ടോ? ഇങ്ങനെ എല്ലാ പിസ്റ്റണും നമ്മൾ ഇതിനകത്തേക്ക് കയറ്റിയെടുക്കണം. ഇവിടെ ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട് രണ്ട് സൈഡിലും. ഇതിൻ്റെ റോളർ ബെയറിംഗ് ഉണ്ടാവും ഇതിനുള്ളിൽ. അതേ കണ്ട റോളർ ബെയറിങ്ങിലാണ് കിടക്കണത്. അപ്പോൾ ഇതുപോലെ ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട് ഇതിന്. അത് 2 and 4 ഡയറക്ഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കയറ്റിയെടുക്കണം. എന്നാലേ കാര്യം നടക്കുകയുള്ളൂ. എല്ലാം ഇതുപോലെ ഈ ബോളുകൾ ഇട്ടിട്ട് കയറ്റിയെടുക്കണം. അപ്പോൾ തുടച്ചാൽ ഇത് കയറ്റാൻ പറ്റുള്ളൂ. ഇത് അല്ലാതെ ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്കിത് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നൊന്ന് കണ്ടേക്കാം. എന്തായാലും ഇതിനകത്ത് ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട് കേട്ടോ. ഇതേണ്ട ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇട്ട് കാണിച്ചു തരാം. അതായത് ആദ്യം ഇങ്ങനെ ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതുപോലെ ഇത് വരും, ഒരു വാഷ് പോലത്തെ സാധനം വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതാണ് ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇടും, അതിൻ്റെ മുകളിൽ ഇതിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര ഇട്ട് വയ്ക്കുക. ഇനി നമുക്ക് ഈ പിസ്റ്റൺ കടത്തണം. അപ്പോൾ ഇതാണ് ഈ പിസ്റ്റൻ്റെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കോലം കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഈ പിസ്റ്റൺ കടത്തണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഹാഫ് റൗണ്ട് ബോൾ. ഇത് കിടന്നാണ് ഓടണത്. അതിനകത്ത് ഗ്രീസ് വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. കാണിച്ചുതരാം, ഒരെണ്ണം കയറ്റി കാണിച്ചുതരാം. ഇങ്ങനെ ഇത്തിരി ഗ്രീസ് എന്തെങ്കിലും തൊട്ട് വെച്ചാൽ മതി. ഉണ്ടോ? തൊട്ട് വെച്ചിട്ട് നമ്മൾ ഈ ബോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കണം. ഉണ്ടോ? ബോൾ ഒട്ടിച്ച് വെച്ചാൽ അതേ കണ്ട ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ കയറ്റാട്ടോ. ഇതിങ്ങനെ കയറ്റാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം ഇതൊന്ന് ഗ്രീസ് പരട്ടി വെക്കില്ല, എന്നിട്ട് കയറ്റി കാണിച്ചു തരാം. അതിൻ്റെ പിസ്റ്റണുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ കയറ്റാം. ഉണ്ടോ? ഇതിൻ്റെ അതിങ്ങനെ കയറ്റി വയ്ക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കയറ്റണേ കേട്ടോ. കാരണം അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്താലും കയറില്ല. ചെറിയൊരു ചരിവ് വന്നപ്പോഴും കയറില്ല. അതേ ഉണ്ടോ? ഇപ്പോൾ ചെറിയൊരു ചരിവ് വന്നാണ് കയറ്റിയപ്പോൾ സംഗതി പിന്നെ കയറില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വയ്ക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ സംഗതി കയറിപ്പോവും. ഉണ്ടോ? അപ്പോൾ ഇത് ഇത്തിരി പണിയാണ് എടുത്തിടാനായിട്ട്. എല്ലാം കറക്റ്റായിട്ട് കയറ്റി ഇങ്ങനെ വയ്ക്കണം നമ്മുടെ കയ്യിൽ. മറ്റേ എന്ന് വെച്ചിട്ട് എല്ലാം ഇടാം. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളേ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇടണം കറക്റ്റായിട്ട്. ഈ ത്രസ്റ്റ് ബെയറിംഗ് ചടിപ്പുണ്ട്. ത്രസ്റ്റ് ബെയറിംഗ് ഇവിടെ വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ഇത്തിരി ഗ്രീസ് ഇട്ട് വെച്ചാലായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ പരിപാടി മാത്രം. കറക്റ്റ് ഓരോ ഹോളിലേക്കും ഓരോ പിസ്റ്റണുകളായിട്ട് ഇറക്കി വിടേണ്ടി വരും. നമ്മൾ ഇറക്കിയിട്ടേ കറക്റ്റ് ഓരോ ഹോളിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഇത്തിരി പണിപ്പെട്ട പരിപാടിയാണത്. അത് കറക്റ്റായിട്ട് ഓരോ സിലിണ്ടറിൻ്റെ ഹോളിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് വയ്ക്കണം. അങ്ങനെ വച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ തുടയ്ക്കാത്തതുകൊണ്ടൊക്കെ ഉണ്ട്, അഴുക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം ഇത് എന്തായാലും കളയാനുള്ള സാധനമാണ്. പിന്നെ നമ്മൾ സമയം കളയണ്ടല്ല. ശരിക്കും കഴുകിയെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ പെട്രോളിലെ മണ്ണെണ്ണയിലൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും. ഇനി നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത പോയിൻറ്റ്, അടുത്ത ഭാഗം ഇതിനകത്തേക്ക് കയറ്റണം. അതുപോലെ തന്നെ ഈ ഭാഗം ഇതിനകത്ത് ഇപ്പോൾ ഇത്തിരി ഓയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിസ്റ്റണുമ്മ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി ശരിക്കും നമ്മൾ ഇതിൻ്റെ സെയിം ഓയിൽ തന്നെ ഓരോ തുള്ളി ഡ്രോപ്പ് ഇങ്ങനെ ചുറ്റും ഒഴിച്ചിട്ടാണ് കയറ്റേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ട് കയറും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ ത്രസ്റ്റ് ബെയറിംഗ് കിടപ്പുണ്ട്. നമ്മൾ ഈ ഭാഗം ഇനി കറക്റ്റ് ഇതുപോലെ തന്നെ ഡിസ്ചാർജ് ഭാഗം കയറ്റണം. ഇങ്ങനെ ഉണ്ടോ? ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് കയറിപ്പോവും. ഓക്കെ, അതിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഒരു റീഡ്സ് വാൽവ് ഉണ്ട്. അപ്പോൾ ഇതിന് റീഡ്സ് വാൽവ് എന്നാണ് പറയണത് കേട്ടോ. അതെ, കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് റീഡ്സ് വാൽവ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറും. കണ്ടോ, നമ്മുടെ ഈ 2 സ്ട്രോക്ക് വണ്ടിയിലൊക്കെ ഉണ്ടാവുകയല്ല. ഇതാണ് റീഡ്സ് വാൽവ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 സൈഡിലും വാൽവ് ഉണ്ട്. റീഡ്സ് വാൽവിൻ്റെ ഹെഡറായി കാണാം. ഈ സംഭവം നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കണം. ഈ ഹോളിലേക്ക് ഇങ്ങനെ ഇറക്കി വച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ലോക്കുണ്ട്. ആ ലോക്കാണിത്. ഇതിങ്ങനെ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇത് പൊസിഷനിലേക്ക് ഇറക്കി വെച്ചാൽ മതി. കണ്ടോ, ഇത് സെറ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ ഇടണം. അപ്പോൾ ഈ ഭാഗം ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കണം, തിരിഞ്ഞൊന്നും പോരുത്. ഇത് കണ്ട സ്റ്റഡീപ്പിനുണ്ട്. അപ്പോൾ സ്റ്റഡീപ്പിനുള്ള ആരും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇതുപോലെ കയറ്റാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഓയിൽ സീൽ ഉണ്ട് കേട്ടോ. കണ്ട, ഇതിനുള്ളിൽ ഒരു ഓയിൽ സീൽ ഇരിപ്പുണ്ട്. പക്ഷേ അത് മാറണ്ട. കാരണം വെറുതെ എന്തിനത് മാറിയ ഓയിൽ സീലുകളാണ്, ഒരു കാര്യമില്ല. ഇത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ നമ്മൾ മാറുമ്പോൾ ഈ ഓറിങ്ങളൊക്കെ മാറണോട്ടെ. ഈ ഓറിങ്ങളൊക്കെ മാറാൻ കിട്ടും. ഇത് കിട്ടും, ഇതെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ ആ ഓറിങ്ങൊക്കെ മാറണം. എൻ്റെ ഇത് നേരെ തിരിച്ച് ഈ സ്റ്റഡി പിന്നിലേക്ക് ഇടാം. സ്റ്റഡി പിന്നെ നോക്കി ഇട്ടാൽ മതി, കയറിപ്പോയിക്കോളും. ഓക്കെ, ഇനി ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശമുണ്ട്. കണ്ടോ, അവിടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഊരി ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് മറിച്ച് ഇടാൻ പറ്റും.
പിന്നെ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഈ ഭാഗം കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ അതാണ് അതിൻ്റെ പോയിൻ്റ് വരുന്നത്, അവിടേക്ക് ഇടാം. ഉണ്ടോ, ഇട്ട് മുറിക്കാൻ മതി. മുറുക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കറക്കി വെക്കണം. അവസാനം ഒന്ന് കറക്കി വെക്കാൻ മതി, അത് കറങ്ങിക്കോളും. അതിപ്പോൾ ഇതിനകത്ത് കറങ്ങാൻ ഇത്തിരി ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തുടച്ചില്ല. സാധാരണ ശരിക്കും കഴുകും. കഴുകിയിട്ട് അവസാനം ഗ്രീസ് കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി മണ്ണെണ്ണ എന്തെങ്കിലുമൊക്കെ ഇട്ട് പെട്രോളോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് കഴുകിയിട്ട് പുറത്തെടുത്ത് കളഞ്ഞാൽ മതി. അങ്ങനെയാണ് ചെയ്യണത് സാധാരണ. അപ്പോൾ ഗ്രീസൊന്നും അതിൻ്റെ അകത്ത് ആവശ്യമില്ല, കാരണം നമ്മൾ ഓയിൽ മുങ്ങി കിടക്കുന്ന സാധനമായിട്ട് പിന്നെ ഗ്രീസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി ഇത് മുറുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഓപ്പോസിറ്റ് പറയണ പോലെ ഉള്ള രീതിയിൽ മുറുക്കുക. അപ്പോൾ ഇത് മുറുക്കിയിട്ടുണ്ട് നമ്മൾ. ബാക്കി ഇനി എല്ലാം ഇതൊക്കെ കറക്റ്റായിട്ട് മുറുക്കുക കേട്ടോ. ഇതിപ്പോൾ എല്ലാം മുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഊരിയ പോലെ തന്നെ തിരിച്ചിടുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു പൊസിഷനിൽ വീഴും അത് കറക്റ്റായിട്ട് നിന്നിട്ട്. ഇവിടെ ഒരു പിന്നുണ്ട്, ആ പിന്നിലേക്ക് സ്റ്റഡി പിന്ന് പോലെ കൊടുത്തിട്ടുണ്ട്, ആ പിന്നിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇടുക. കണ്ടോ, ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാണ് ഇടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടേ ബാക്കി സർക്ലിപ്പൊക്കെ എടുത്തിട്ടാൽ മതി. എന്താ ഇങ്ങനെ കറക്റ്റായിട്ട് കൈ കൊണ്ട് മുട്ടിയൊക്കെ ഇറപ്പോണ സാധനം ഉണ്ടോ, നല്ല കയറ്റി അങ്ങനെ ഇടിച്ച് കയറ്റിയിട്ട് നമ്മൾ ഊരിയ സർക്ലിപ്പ് അതിനകത്തേക്ക് ഇട്ടാൽ മതി. സർക്ലിപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പുറമേലത്തെ സർക്ലിപ്പ് ആദ്യം ഇടുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു സർക്ലിപ്പ് ഊരി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും അതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാൻ. ഇപ്പം നമ്മൾ ഉരിതാകെ ഇതൊരെണ്ണം കേട്ടോ. അത് ഒരു ചാവി ഉരി ഉണ്ടായിരുന്നു, കീ ഉരി ഉണ്ടായി. ആ കീ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ കയറ്റി വെച്ചേക്കാം. ചെറിയ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ മുട്ടിയാൽ മതി, കയറി പോകും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ടർ ഭാഗം ഊരിയത് ഇടുന്നതിന് മുമ്പ് ഇവിടെ ഒരു വാഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ വാഷ് ഇട്ടേക്കാം. ഔട്ടർ നമ്മൾ കയറ്റിയാൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം കയറ്റുക. പിന്നെ ഇതിനകത്ത് ഒരു വാഷറും ഇതുകൊണ്ട് അതങ്ങനെ മുറുക്കുക. ഇത് നല്ലപോലെ മുറുക്കണം കേട്ടോ. നമുക്ക് മുറുക്കാം. അതിന് മുമ്പ് അതിനുശേഷം ഇവിടെ നിന്ന് ഊരിയ ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓറിങ് മാറ്റിയിട്ടാണ് ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇത് ഇപ്പോൾ അവർ പറഞ്ഞത് സ്ക്രാപ്പിൽ നിന്ന് പുതിയത് എടുത്തോളാം, പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് എടുക്കാം. അപ്പോൾ ഇത് കൊടുത്തിട്ട് അവരെടുത്തോളാം എന്ന് പറഞ്ഞത്. പിന്നെ കളയാനുള്ള സാധനത്തും പിന്നെ നമ്മൾ ഓറിങ്ങൊക്കെ മാറ്റി ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നേരെ വയ്ക്കുക. വേണ്ടത് ഇവിടെ ഇത് ചെയ്യേണ്ട ഡിസ്ചാർജ് ഇവിടെ ഈ എന്നുള്ള ഭാഗത്ത് വയ്ക്കുക, കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് ഒന്ന് മുറിക്കാൻ മതി, കറക്റ്റായിട്ടൊന്ന് മുറിക്കാൻ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് ഇത് കണ്ട ഇതിനെ കറക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ. കാരണം നമ്മളിങ്ങനെ കറക്കിയിട്ടേ ഇങ്ങനെ ഇതിവിടെ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ നമ്മുടെ കൈ എടുത്ത് തട്ടിക്കളയും ഈ സാധനം. പക്ഷേ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ സംഭവിക്കണില്ല. വേണ്ട, ഒന്നും മഞ്ഞില്ല, അതായത് പോയി സംഗതി, അത് തേഞ്ഞ് മാഞ്ഞ് പോയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ഇതിനകത്ത് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കോയിലുണ്ടല്ലോ, കോയിൽ ഭാഗം നമുക്ക് ഉപയോഗിക്കാം, കാരണം അതിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഇനി അവർ കൊടുത്തിട്ട് സ്ക്രാപ്പിൽ കൊടുത്തിട്ട് വേറെ മേടിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് ഒന്നും ചെയ്യാനായിട്ട് നമ്മൾ പറയില്ല കേട്ടോ, കാരണം ഭയങ്കര പാടാണ് ചെയ്യൽ. അവസാനം ഇത് ഊരി ഇത് മുറിക്കുക. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണിത് ശരിയാക്കേണ്ടത്. ആ ഓറിങ്ങുകളൊക്കെ മാറിയാൽ എല്ലാം ശരിയാക്കി കിട്ടാറുണ്ട്, ലീക്ക് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കിത് ശരിയാക്കി എടുക്കാമായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. അത് പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു, അത് പോയി. അപ്പോൾ ഇത് നിങ്ങളിത് അഴിക്കാനൊന്നും ശ്രമിക്കേണ്ട കേട്ടോ, കാരണം അഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞ് പോകും. പിന്നെ എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയാണ് ഊരി പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടില്ല. പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ടൈറ്റായിരിക്കും, ഇതിങ്ങനെ കറങ്ങുമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് അഴിക്കാനും നിൽക്കണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇത് ക്ലിയർ ചെയ്യാം. ലീക്ക് മാത്രമാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് വന്നത്, കാരണം AC ഗ്യാസേ ഉണ്ടായില്ലാത്ത വണ്ടിയാണ്. പ്രഷർ ടെസ്റ്റ് ചെയ്തപ്പോൾ സൈഡിൽ നിന്നൊക്കെ ലീക്ക് വന്നു. അപ്പോൾ ആ ലീക്ക് മാറ്റിത്തരാമെന്ന് വിചാരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നാണ്. പക്ഷേ ഇത് അഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ പിസ്റ്റൺ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അതുപോലെ തന്നെയായി. ഇനിയിപ്പോൾ ഇത് കൊടുത്തിട്ട് അവർ സ്ക്രാപ്പിൽ നിന്ന് എടുക്കാമെന്നൊക്കെ പറയണം. പക്ഷേ സ്ക്രാപ്പിൽ നിന്ന് ചെയ്ത അവസ്ഥയിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യണത് എന്തായാലും. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. സത്യത്തിൽ ചെയ്യാനും നോക്കിയതാണ്, പക്ഷേ പിന്നെ അവസാനം കൂട്ടി മുറുക്കിയപ്പോൾ എന്നാൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് വീഡിയോ ഫുള്ള് നമ്മൾ അങ്ങനെ തന്നെ ആക്കിയത്, ആവശ്യമില്ലാഞ്ഞിട്ടും ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.